ഒരാൾ നനയ്ക്കുന്നു, ഒരാൾ നടുന്നു, ഒരാൾ നനയ്ക്കുന്നു. But God gives the increase. വളരുമാറാക്കുന്നത് ദൈവമത്രേ. The message is about Him. ഈ സന്ദേശം ആ ദൈവത്തെക്കുറിച്ചാണ്. The message is passing on the good news. ഈ സന്ദേശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന് പോവിക്കട്ടെ. It's not the messenger, it's the message that counts. സന്ദേശവാഹകനല്ല പ്രാധാന്യം, സന്ദേശത്തിനാണ്. Here's what one preacher told me years ago. ഒരു സുവിശേഷകൻ ഇങ്ങനെ പറയുകയുണ്ടായി, God has chosen a nobody ദൈവം ഒരു നോബഡി, ആരുമല്ലാത്ത ഒരുത്തനെ തിരഞ്ഞെടുത്തു. to tell everybody എല്ലാവരോടും, എവരിബഡിയോടും പറയുവാൻ about somebody ഒരാളെ കുറിച്ച്, സംബഡി who cares for anybody. ഓരോരുത്തരെ കുറിച്ചും കരുതലുള്ള ഒരുവനെ കുറിച്ച്. Someone said we should witness as one beggar telling another beggar where we found the food. ഒരു യാചകൻ മറ്റൊരു യാചകനോട് എവിടെയാണ് ഭക്ഷണം കണ്ടെത്തിയതെന്ന് പറയുന്നത് പോലെ നാം സുവിശേഷവുമായി കടന്നു പോവുകയാണ്. The hymn writer said, may they forget the channel, seeing only Him. പാട്ടുകാരൻ എഴുതിയതുപോലെ നാം ഒരു ചാനൽ മാത്രമായിരിക്കട്ടെ, അവനെ കാണുന്നതാണ്. There was witnessing at the gate. ഈ പട്ടണവാതിൽക്കൽ സാക്ഷ്യമുണ്ടായിരുന്നു. Just passing on the good news. ഈ സന്ദേശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കുക. Now we can witness in a lot of ways. നമുക്ക് പല രീതിയിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കഴിയും. The best way is face to face and by word of mouth. ഏറ്റവും നല്ല മാർഗം അഭിമുഖമായിട്ട് വാക്കുകളിലൂടെയാണ്. To tell someone the good news is wonderful. ചിലരോട് പറയുക നമ്മുടെ ആ സുവിശേഷത്തെ കുറിച്ച്. There are also gospel tracts that we use. നാം ഗോസ്പൽ ട്രാക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. There are CD messages or tapes that we give out. ടേപ്പുകളും CD സന്ദേശങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. And the kind of opportunities are just many opportunities to witness. വ്യാപൃതമായ ഒരു മേഖല തന്നെ ഇതിന് നമുക്ക് ലഭ്യമാണ്. The Lord Jesus said it's like sowing the seed. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇത് വിത്ത് വിതയ്ക്കുന്നത് പോലെ തന്നെയാണ്. Not to be selective with the seed. ഓരോ വിത്തുകള് ഓരോരുത്തരത്ത് കൊണ്ടിടുകയല്ല. But just to take a handful and to throw it out. എന്നാൽ കരം മുഷ്ടി നിറച്ച് എടുത്തിട്ട് വിതറുക. One plants. ഒരാൾ നടുന്നു. Another waters with the tears as we pray for souls to be saved. ഒരാൾ നനയ്ക്കുന്നു. നനയ്ക്കുന്നത് പ്രാർത്ഥനയുടെ കണ്ണുനീരാണ്. And when someone trusts the Lord as their Savior, ഒരാൾ കർത്താവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ it's God who gets the glory. കർത്താവായ ദൈവത്തിന് മഹത്വം ലഭിക്കട്ടെ. They witnessed at the gate. അവര് ആ വാതിൽക്കൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. And there was blessing at the gate. എന്ന് മാത്രമല്ല ആ വാതിൽക്കൽ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം തുറക്കുകയാണ്. In verse 12 it tells us about that blessing. 12ാം വാക്യത്തിൽ ആ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. That just as the Lord had promised, He was blessing. ആ കർത്താവായ ദൈവം അന്ന് അനുഗ്രഹം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ But some people were suspicious. ചിലര് സംശയഗ്രസ്തരായിരുന്നു. The king himself said, this is a trick. രാജാവ് തന്നെ പറയുന്നത് ഇതൊരു കളിപ്പീരാണ് എന്നുള്ളതാണ്. And some people are suspicious of the gospel. അനേകര് ഇന്ന് സുവിശേഷത്തെക്കുറിച്ചും ഇതേ സന്ദേഹം വെച്ച് പുലർത്തുന്നവരാണ്. When you tell them eternal life is free, അവരോട് ഈ ജീവൻ നിത്യജീവൻ ദാനമായി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, and they say nothing can be free, ഈ ലോകത്തിൽ ഒന്നും ദാനമായിട്ട് ലഭിക്കുകയില്ല എന്ന് അവർ പറയും. Well, it wasn't free for the Lord. ഇത് കർത്താവിന് ദാനമായിട്ട് ചെലവില്ലാതെ ലഭിച്ചതല്ല. It cost Him everything. അവന് അവന്റേതായ സകലതും ഇതിന് മുതൽ മുടക്കേണ്ടി വന്നു. And because you and I cannot afford the gift of salvation, എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ ഈ രക്ഷ പ്രാപിപ്പാൻ മറ്റ് യാതൊരു മാർഗവുമില്ലാതെ we could never repay Him. അവന് കർത്താവിന് മടക്കി കൊടുക്കുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. And in His grace He gives it to us freely. കർത്താവിന്റെ കൃപയില് അവനിത് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ തരികയാണ്. And people are suspicious. എന്നാൽ ആളുകൾ സന്ദേഹമുള്ളവരാണ്. And they think this can't be true. ഇത് സത്യമാകുവാൻ ഒരു സാധ്യതയുമില്ല എന്നവർ പറയുന്നു. And that's what verse 12 tells us about the king. Said this is a trick. 12ാം വാക്യത്തിൽ ആ രാജാവിന്റെ സംശയം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. And in verse 13 there were some people who said, as they were skeptical, let's go and check it out. 13ാം വാക്യത്തിൽ ചിലര് സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. And in verses 14 and 15 they went and they saw. 14 15 വാക്യങ്ങൾ അവർ പോയി അവരുടെ സ്വന്തം ദൃഷ്ടിയാൽ കണ്ടു ബോധ്യപ്പെട്ടു. And you see, this is the truth of the gospel message. ഇതാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ സത്യാവസ്ഥ. Taste of the Lord and see that He is good. കർത്താവിനെ രുചിച്ച് അറിയുക അവൻ നല്ലവനാണെന്ന്. What do you have to be suspicious about? എന്താണ് നമുക്ക് സംശയത്തോടെ
സംശയത്തിന്റെ കാരണമായിരിക്കുന്നത്? Why would you be skeptical about this? എന്തിന് നാം ഇതുപോലെ ഭരിതനാകണം? Try them and see. കർത്താവിനെ രുചിച്ചറിയുവാൻ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. And when they did that in verse 16, 16-ാം വാക്യത്തിൽ അവർ അത് ചെയ്തപ്പോൾ it tells us that they were safe. അവര് സുരക്ഷിതരായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Here's the way the Lord Jesus expressed it in the Gospel of John. കർത്താവിന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? He said, I am the door. If anyone enters in by me, he will be saved. ഞാൻ വാതിലാകുന്നു, ഈ വാതിൽ കൂടെ പ്രവേശിക്കുന്നവൻ രക്ഷിക്കപ്പെടും. And will go in and out and find pasture. അവന് അകത്തോട്ടും പുറത്തോട്ടും ഈ വാതിൽ കൂടെ സഞ്ചരിക്കുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. And there at that gate they found blessing. ഈ വാതിൽക്കൽ അവർ അനുഗ്രഹം കണ്ടെത്തുകയുണ്ടായി. But if they were suspicious and skeptical and fearful, അവര് സംശയമുള്ളവരായിരുന്നു, അവർ ഭയാക്രാന്തരായിരുന്നു, they would not find God's blessing. അങ്ങനെ തുടർന്നിരുന്നുവെങ്കിൽ അവർ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുകയില്ലായിരുന്നു. We understand the concern. അവരുടെ ഹൃദയത്തിലെ ചിന്ത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Our message is still to bid them to come to God's blessing. അവര് ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മുടെ സന്ദേശം. That if they come to Christ, they find life. അവർ കർത്താവിന്റെ സമീപത്തേക്ക് വന്നാൽ അവർ നിത്യജീവനെ കണ്ടെത്തും. And in Him everything they need. അവനിൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാണ്. That God, who spared not His own Son but delivered Him up for us all. പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ തയ്യാറായി എങ്കിൽ how shall He not also with Him freely give us all things? നമുക്ക് വേണ്ടുന്നതെല്ലാം അവനെ നൽകാതിരിക്കുമോ എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ ചോദ്യം. We have a great Father and a great Savior. നമ്മുടെ കർത്താവ് വലിയവനാണ്, നമ്മുടെ രക്ഷകൻ ഉന്നതനാണ്. We want to tell others about Him. ഈ വലിയവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നാം വേണ്ടിയിരിക്കുന്നു. What blessedness we have in Christ. ഈ എന്ത് അനുഗ്രഹമാണ് നമുക്ക് കർത്താവിലുള്ളത്. Do you know the Lord Jesus is coming? He gave us this promise. കർത്താവായ യേശുക്രിസ്തു അവൻ വരുമെന്നുള്ള വാഗ്ദത്തം നമുക്ക് തന്നു. And while we find them reasoning and witnessing and blessing at the gate, അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു ആ പട്ടണവാതിൽക്കൽ, അതിനുശേഷം ഒരു സാക്ഷ്യം പറഞ്ഞു. verse 17 tells us there's judgment at the gate. 17-ാം വാക്യം നമ്മെ ജഡ്ജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. Peter warns us that scoffers come in the last days. പത്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ത്യകാലത്ത് പരിഹാസികൾ വെളിപ്പെടും. And they say, where's the promise of His coming? ഈ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള വാഗ്ദത്തം സത്യമല്ല എന്ന് പറയുന്നവർ. But God has promised judgment will come. എന്നാൽ കർത്താവ് പറഞ്ഞു, ന്യായം വിധിക്കുന്ന നാൾ വരും. And there was a servant of the king രാജാവിന്റെ ഒരു ശുശ്രൂഷകൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, who mocked the word of God. അകമ്പടി നായകൻ ദൈവത്തിന്റെ അരുളപ്പാടിനെ നിന്ദിച്ചവനാണ്. And refused to believe. അവൻ ദൈവത്തിന്റെ അരുളപ്പാട് വിശ്വസിക്കുവാൻ മടിച്ചവനാണ്. And judgment came upon him. അവന്റെ മുകളിൽ ന്യായവിധി അന്ന് കൽപ്പിച്ചരുളിയത് നമുക്ക് കാണുവാൻ കഴിയും. The Bible says those who believe will be saved. കർത്താവായ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. But those who reject the Savior എന്നാൽ കർത്താവിനെ നിഷേധിക്കുന്നവർക്ക് will be judged when judgment comes. ന്യായാസനമാണ് അവരുടെ പ്രതിഫലം. That the wrath of God is abiding on them. കർത്താവിന്റെ അഗ്നി, ശിക്ഷയുടെ അഗ്നി അവരുടെ തലമേൽ അവർ വഹിക്കും. And it breaks our heart because it breaks God's heart. നമ്മുടെ ഹൃദയത്തെ അത് തകർക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയം ദൈവത്തിന്റെ ഹൃദയത്തിന് ഭാരമുള്ളതാണ്. For people to say, away with this man, we will not have this man to reign over us. ഇന്നലെ നാം കേട്ടതുപോലെ ഈ രാജാവ് നമ്മുടെ മുകളിൽ രാജ്യം ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ടാകാം. Knowing that for us when he comes it's salvation. എന്നാൽ അവൻ രക്ഷയുമായിട്ട് മടങ്ങി വരുമ്പോൾ, But for others when he comes it's judgment. അവൻ മറ്റുള്ളവരോട്, ആ രീതിയിലുള്ള ആൾക്കാരോട് ജഡ്ജ്മെന്റുമായിട്ടാണ് വരുന്നത്. All the more reason to get the gospel to others. ഇത് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ എല്ലാറ്റിനും ഉപരിയായ ഒരു കാരണമായിരിക്കട്ടെ. Why is that? എന്തുകൊണ്ടാണ്? Because God is not willing that any should perish. ദൈവത്തിന്റെ ആഗ്രഹം ഒരുത്തനും നശിച്ചു പോകണമെന്നുള്ളതല്ല, but that all should come to repentance. എന്നാൽ എല്ലാവരും പശ്ചാത്തപിച്ച് ദൈവ സന്നിധിയിൽ കടന്നു വരണം. And that God desires all men to be saved. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. That they should be saved before it's eternally too late. അവന് അത് എന്നേക്കുമായി താമസിച്ചു പോകുന്നതിന് മുമ്പേ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. There's judgment at the gate. ന്യായവിധി ആ വാതിൽക്കൽ അന്ന് നിറവേറി. The last 3 verses of our chapter tell us about the proof at the gate. 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ ആ കർത്താവിന്റെ ന്യായവിധിയുടെ തെളിവാണ് അവിടെ കാണിക്കുന്നത്. And it ends with death at the gate.
അത് മരണത്തിലാണ്, ആ പടിവാതിൽക്കലുള്ള മരണത്തിലാണ് അവസാനിക്കുന്നത്. And this man who mocked at the truth of God, ഈ മനുഷ്യൻ കർത്താവിന്റെ സത്യത്തെ നിഷേധിച്ച ഈ വ്യക്തി, he was trampled to death at the gate. അവരെ ജനം ചവിട്ടിക്കളഞ്ഞു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Do we realize people we rub shoulders with every day? നാം ഒരുമിച്ച് ജോലി ചെയ്യുന്ന, ഒരുമിച്ച് സഹകരിക്കുന്ന വ്യക്തികളെ കുറിച്ച് നാം ബോധവാന്മാരാണോ? At the grocery store and the post office, പോസ്റ്റ് ഓഫീസിലും അതുപോലെ ഗ്രോസറി സ്റ്റോറുകളിലും, at the bank and at the school, ബാങ്കുകളിലും സ്കൂളുകളിലും, our neighbors right beside us. നമ്മുടെ അയലത്ത് താമസിക്കുന്ന മനുഷ്യൻ, If they die without Christ, they'll be condemned forever. അവര് കർത്താവില്ലാതെ മരിച്ചാൽ അവർ നിത്യ ന്യായവിധിക്ക് അർഹരാണ്, Unless they hear the good news. അവര് ആ സദ്വർത്തമാനം കേട്ടില്ല എങ്കിൽ. And so we have a promise at the gate. ഒരു വാഗ്ദത്തം ഈ പടിവാതിൽക്കൽ നമുക്കുണ്ട്. We have reasoning at the gate. മാത്രമല്ല തമ്മിൽ കാര്യവിചാരം ചെയ്യുന്ന ഒരു അവസ്ഥ, Witnessing at the gate. മാത്രമല്ല സാക്ഷ്യം പറയുന്ന ഒരു പടിവാതിൽ, Blessing at the gate. മാത്രമല്ല പടിവാതിൽ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം, Judgment at the gate. മാത്രമല്ല ന്യായവിധിയും ആ പടിവാതിൽക്കൽ തന്നെ, Death at the gate. മാത്രമല്ല മരണവും ആ പടിവാതിൽക്കൽ തന്നെ. Unless they hear the good news of the gospel. കർത്താവിന്റെ സുവിശേഷം അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ. And so God has given it to you to tell others. നമ്മിലാണ് അത് And നിക്ഷിപ്തമായിരിക്കുന്നത്. to me to occupy till he comes. എന്നോടുള്ള ദൈവത്തിന്റെ കൽപ്പന അന്നുവരെയും വ്യാപൃതരായിരിക്കുക എന്നുള്ളതാണ്. Together with those 6 things at the gate. ഈ 6 കാര്യങ്ങൾ ആ പടിവാതിൽക്കൽ സംഭവിച്ചതിനോടൊപ്പം One last thing. ഒരു കാര്യം കൂടെ, A decision at the gate. ഒരു തീരുമാനം ആ പടിവാതിൽക്കൽ എന്നുണ്ടായി. Right now I want you to picture yourself in front of a gate. ഇന്ന് ആ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ തന്നെ ചിത്രീകരിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ. You can't stand on both sides of the gate. ആ പടിവാതിൽക്കൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിങ്ങൾക്ക് നിൽക്കുവാൻ സാധ്യമല്ല. We must either step in or stay out. നാം ഒന്നുകിൽ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക്. And this gate is a threshold. ഈ പടിവാതിൽ ഒരനുഭവമാണ്. And it's a gate called decision. ഈ അനുഭവത്തിന്റെ പേരാണ് തീരുമാനം എന്നുള്ളത്. And the decision is this: to be a witness for Christ. ഈ തീരുമാനം എന്തായിരിക്കണം? കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിലകൊള്ളുക. The Bible says, sanctify the Lord Christ in your heart. കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ. And always be ready to give a defense. ഈ കർത്താവിന് വേണ്ടി എപ്പോഴും നിലകൊള്ളുവാൻ നാം തയ്യാറുള്ളവരായി തീരണം. To anyone who asks of the reason of the hope inside. കർത്താവിന്റെ ആ നമ്മുടെ ഹൃദയത്തിലുള്ള ആ പ്രത്യാശയുടെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, Will you make that decision to be a witness for him? ഇന്ന് കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാനുള്ള ആ തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുമോ? And from here on out, each step, I'm going to look to find people to tell the gospel message to. ഇന്നു മുതൽ നമ്മുടെ തീരുമാനം, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്റെ അനുഭവം തിരഞ്ഞു പിടിച്ച ആൾക്കാരോട് സുവിശേഷം പറയുവാൻ ആയിരിക്കട്ടെ. If you make this decision, you learn the lesson at the gate. ഇന്ന് ഈ തീരുമാനം നിങ്ങൾ എടുക്കുമെങ്കിൽ ആ പടിവാതിലിലെ ആ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. Don't turn back for anything. ഒരു കാരണവശാലും പിന്തിരിയരുത്.